ലോകത്ത് ഏറ്റവും കൂടുതൽ എഴുതപ്പെടേണ്ട വികാരം പ്രണയമല്ല, വിശപ്പാണ്. ഉണ്ണുവാൻ വിശപ്പില്ലാത്ത ഉണ്ണികൾക്ക് പറഞ്ഞു കൊടുക്കണം ഉണ്ണാനില്ലാതെ വിശപ്പ് സഹിക്കുന്ന ഉണ്ണികളുടെ രോദനം. അവരെ ഓടിച്ചു വിട്ടേ. ഭ്രാന്തോ? എനിക്കോ? അതോ നിങ്ങൾക്കോ? ഈ ഭക്ഷണം ഇവിടെ കളഞ്ഞാൽ നിങ്ങൾക്കാണ് ഭ്രാന്ത്, അത് വാരി തിന്ന എനിക്ക് ഭ്രാന്തില്ല. കാട്ടിൽ നിന്ന് നാട്ടിൽ വന്ന വേടൻ. ദൈവമേ, ഇതേത് സാധനം? ടോമിച്ചായ സ്ഥലത്തെ പ്രധാന പാമ്പ ഈ റിമിയുടെ അപ്പന. ഓഹോ, അപ്പൊ ഇവളാണല്ലേ റിമി ടോമി. മര്യാദക്ക് ഇറങ്ങി വരാനാ പറഞ്ഞത്. നിനക്ക് മടിയുണ്ടെങ്കിൽ നിന്റെ കൂടെ വർത്തില്ലേ മുരുകനെ കിരുകനെ അവനിങ്ങനെ ഇറക്കി വിടറി. നിന്നോടാ പറഞ്ഞ് വരുമ്പോ കയ്യില് ലേച്ചാറ് മതിട്ടാ. ആഴ്ചയിലൊരിക്കൽ മുണ്ടെടുക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. മുണ്ടുപിടിപ്പിക്കുക MLA-മാരെ പറഞ്ഞേക്കോ? അല്ല, ഞാനിപ്പോ എന്തിനാ ഇവിടെ വന്നത്? അച്ചാറിന്റെ കാര്യം പറഞ്ഞു. മുരുകൻ ഇറക്കി വിടേ. പള്ളുരുത്തി മുതൽ പനാമ വരെ പിടിയുള്ളവരെ ഈ ടോമി പാറേക്കാരൻ. അവിടെ കിടന്ന് കുറച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ എനിക്ക് തോന്നുന്നു അവന്റെ കൂടെ ജീവിക്കും. ജീവിച്ചോ മരണം വരെ നീ ജീവിച്ചോ. താഴെ വെച്ചാ ചെറിയ ചെറിയ ഉറുമ്പായിരിക്കും, തലയിൽ വെച്ചാ ചെറിയ ചെറിയ പേനായിരിക്കും. അങ്ങനെയല്ലേ നീ എന്നെ കൊണ്ടു നടന്നത്? നിന്റെ പാവ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ വേറൊരു കല്യാണം കഴിക്കാതിരിക്കുന്നത് എന്താണെന്നറിയോ? നിന്റെ അമ്മ പോലെ വേറൊരു പിശാചി കുടുംബത്തും വരണ്ടെന്ന് വിചാരിച്ചിട്ടാ. കർത്താവ് പറഞ്ഞിട്ടില്ലേ വലതുകരം ചെയ്യുന്നത് എന്താണെന്ന് ഇടതുകരം അറിയാതിരിക്കട്ടെ എന്ന്. അച്ചാറുണ്ടെങ്കിൽ ലേശം കൊടുത്തേക്കിടി. എനിക്കതല്ല പ്രശ്നം, ഈ മുണ്ടൊന്നും ശരിക്കും ഉടുക്കാൻ പറ്റില്ലല്ലോ കർത്താവേ. ആഴ്ചയിൽ ഒരിക്കലും മുണ്ടെടുക്കണമെന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞു. ബാറുള്ളോടത്തോളം കാലം ഒരു ഡബിൾ മുണ്ട് ഒറ്റയ്ക്ക് ഒരാൾ പറ്റില്ല. എന്റെ ദൈവമേ, ഇങ്ങനെ മുണ്ടെടുക്കാനാണ് ഈ മുഖ്യമന്ത്രി താഴത്ത് വെച്ചാൽ ചെറിയ ചെറിയ ഉറുമ്പരിക്കും. ഞാൻ ചോദിച്ചത് എന്റെ കർത്താവേ, ഈ ഡബിൾ മുണ്ട് കണ്ടുപിടിച്ചവന്റെ അമ്മയ്ക്ക് വിട്ടു. കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ അങ്ങനെയല്ലേ നീ എന്നെ നോക്കിയത്? താഴത്ത് വെച്ചാൽ ചെറിയ ചെറിയ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ